ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. പ്രജനനം സുഗമമാക്കുക വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനം. 52 ദിവസം നീണ്ടുനിൽക്കുന്ന മൺസൂൺ ട്രോളിംഗ് നിരോധനം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. പ്രജനനം സുഗമമാക്കുക വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെയാണ്. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻപിടിക്കാൻ വിലക്കുണ്ട്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവയ്ക്കും. അന്യസംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇളവുണ്ട്. ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനം നടത്താം. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. നിരോധനത്തെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഫിഷറീസ് ഹാർബറുകൾ നിശ്ചലമാകുന്നതോടെ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പട്ടിണിയിലാകും. 10,000-കണക്കിന് കുടുംബങ്ങളാണ് കൊച്ചി ഹാർബർ ആശ്രയിച്ച് കഴിയുന്നത്. ഇതിനു പുറമെ കൊച്ചി മേഖലയിലെ ചെറിയ പെട്ടിക്കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങളുടെ വരെ കച്ചവടത്തെ ഇത് വലിയ തോതിൽ ബാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണ് 4 വെട്ടിക്കുറച്ചത്. 2016 മെയ്യിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷൻ നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. തുടക്കത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകളായിരുന്നു സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം സിലിണ്ടറുകളുടെ എണ്ണം 9 ആക്കി. ഇപ്പോൾ വീണ്ടും വെട്ടിക്കുറച്ച് 4 സിലിണ്ടറിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ സിലിണ്ടർ ഒന്നിന് 300 രൂപയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡിയായി നൽകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധിയും ആഗോള വിപണിയിലെ ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് രംഗത്തെ കുത്തനെയുള്ള വില വർധനയും നടപടിക്ക് കാരണമായെന്നാണ് കേന്ദ്രം പറയുന്നത്. പുതിയ തീരുമാനപ്രകാരം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ആദ്യത്തെ 4 റീഫില്ലറുകൾക്ക് പ്രതിവർഷം സിലിണ്ടറിന് 642 രൂപയായിരിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ അറിയിച്ചു. ഇത് LPGയുടെ യഥാർത്ഥ അന്താരാഷ്ട്ര വിലയേക്കാൾ ഏകദേശം 60% കിഴിവാണ്. പദ്ധതിക്ക് പുറത്തുള്ളവർക്ക് 942 രൂപയാണ് ചില്ലറ വിൽപ്പന വിലയെന്നും ഖനൂജ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. CMRL എക്സാലോജി കേസിൽ വീണ വിജയനടക്കം 9 പേർക്ക് ED സമൻസ്. വെള്ളിയാഴ്ച ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വീണ വിജയൻ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ED സമൻസ്. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S. കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർ സമൻസ് ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ബാങ്ക് രേഖകൾ, സ്വത്ത് വിവരങ്ങൾ, നികുതി വിവരങ്ങൾ എന്നിവ ഹാജരാക്കണമെന്നും വാഹനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നും ED ഡയറക്ടർ അറിയിച്ചു. കേസിൽ ഇതാദ്യമായാണ് വീണയെ ED വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയെന്നാണ് കേസ്. പണം കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുണ്ടെന്നാണ് EDയുടെ വാദം. കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ നേരത്തെ ED റെയ്ഡ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.